അസുഖം വന്നാൽ ഡോക്ടറെ കാണണ്ടെന്ന് ഒരിക്കലും പറയരുത്. എന്തെങ്കിലും അസുഖം വന്നാൽ ഡോക്ടറെ കാണുകയൊന്നും ചെയ്യാതെ തന്നെ സ്വന്തമായി മരുന്നെടുത്ത് കുടിക്കുന്ന ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കൊണക്കെട്ടിനുള്ള മരുന്നിൻ്റെ പേരൊക്കെ ചെറിയ കുട്ടികൾക്ക് വരെ കാണാപ്പാടാണ്. അഥവാ വല്ല സംശയം ഉണ്ടെങ്കിൽ യൂട്യൂബിനോട് ചോദിച്ചാൽ മതിയല്ലോ, ആ സംശയം തീർന്നു കിട്ടുമല്ലോ. ഇങ്ങനെ ചെയ്യേണ്ടത് നല്ല കാര്യമാണെന്നുള്ള അഭിപ്രായമൊന്നും ഞമ്മക്കില്ല. കാരണം നമ്മളറിയാത്ത പല രോഗങ്ങളും ഈ മരുന്ന് കൂടിയോണ്ട് മാത്രം വരും. മരുന്ന് കച്ചവടത്തെക്കുറിച്ച് പറയാതിരിക്കുക നല്ലത്. നമ്മളൊക്കെ തന്നെ കുടിച്ചു തീർത്ത പല മരുന്നുകളും ഇന്ന് നിരോധിച്ചിട്ടുണ്ട്. അതിലടങ്ങിയിരിക്കുന്ന പല ഘടകങ്ങളും നമ്മളെ ശരീരത്തിന് വളരെ ഹാനികരമാണെന്ന് ലോകാരോഗ്യ സംഘടന കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണത്ര ഈ മരുന്ന് നിരോധനം. നമ്മൾ വാങ്ങണ മരുന്ന് നിരോധിച്ചതാണോ അല്ലേന്ന് പോലും നമുക്കറിയില്ല. അലോപ്പതി മരുന്നുകളിലാണല്ലോ ഈ കെമിക്കലുകൾ കൂടുതലായിട്ടുണ്ടാവുക. എന്നാൽ പിന്നെ നമുക്ക് ആയുർവേദം പരീക്ഷിക്കാമെന്ന് വിചാരിച്ചാൽ ആര്യവൈദ്യശാലൻ്റെ ഫാക്ടറിയിൽ പണിയെടുക്കുന്ന ആൾക്കാരോട് ചോദിച്ചു നോക്കിയാൽ മതി. തറിമരുന്നും പറിമരുന്നും ഒക്കെ കുത്തിച്ചതച്ചുണ്ടാക്കണ ഔഷധക്കൂട്ട് കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് കെമിക്കൽ ഉപയോഗിക്കുന്നുണ്ട്. ആ കെമിക്കൽ പള്ളൻ്റെ അകത്തേക്ക് ചെന്നാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് ഈ ആര്യവൈദ്യശാലയിലെ ഡോക്ടർമാർ പഠിച്ചിക്കണോ ഇല്ലയെന്ന് പടച്ച റബ്ബിനറിയാം. കഴിവിൻ്റെ പരമാവധി മരുന്നും മുക്കുടിയൊന്നും തൊടാതെ ജീവിക്കാൻ കഴിഞ്ഞാൽ അതാണ് വലിയ ഭാഗ്യം. അപ്പോൾ പിന്നെ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീനും മറ്റ് ഘടകങ്ങളൊക്കെ എവിടുന്ന് കിട്ടും? പ്രോട്ടീൻ പൗഡറും വിറ്റാമിൻ ഗുളികയും വാങ്ങി തിന്നുന്ന ആൾക്കാരോട് നമ്മൾ ഈ പറയുന്നത് അധിക പ്രസംഗമാവുമെന്ന് നമുക്ക് നന്നായിട്ടറിയാം. എന്നാലും നമ്മൾ പറയാം. ഒരു മാസം മുമ്പ് ഭാര്യ വീട്ടിൽ നിന്ന് താങ്ങി പിടിച്ച് കൊടുന്ന സാധനമാണിത്. ഇത് ഈ കാണുന്ന മാതിരി കൊണ്ടുവന്നിട്ട് പുഴുങ്ങി തിന്നാൻ പറ്റിയ സംഗതിയൊന്നും അല്ല. ഇതിമേലും കുറച്ച് പണിയെടുക്കാനുണ്ട്. അതിന് ആദ്യം ഇതെന്താ സാധനം എന്നറിയാത്ത ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ഇതാണ് ഒറിജിനൽ കൂവ. ആരോ റൂട്ട് എന്ന ഈ കൂവയെക്കുറിച്ച് നമുക്ക് വിശദമായിട്ടൊന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് ഞാനെന്താണ് ഈ കൂവ കൊണ്ട് കാട്ടിയതെന്നും കൂടി കാണിച്ചു തരാം. സാധാരണയായി ചൂടും ഈർപ്പവുമുള്ള സ്ഥലങ്ങളിൽ വളരുന്ന സസ്യമാണിത്. ഇന്ത്യയിൽ കേരളം, തമിഴ്നാട്, കർണാടക, മറ്റ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ ഇത് കാണപ്പെടുന്നു. ശ്രീലങ്ക, മലേഷ്യ, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, കരീബിയൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലും ഇത് സുലഭമായി കാണപ്പെടുന്നുണ്ട്. കൂവപ്പൊടി, ആരോ റൂട്ട് പൗഡർ. കരീബിയൻ പ്രദേശത്തെ അരവാക്ക് സ്വദേശികൾ അരു മീൽ ഓഫ് മീൽസ്, ഭക്ഷണങ്ങളുടെ ഭക്ഷണം അഥവാ പ്രധാന ആഹാരം എന്ന് വിളിച്ചു. പിന്നീട് യൂറോപ്യൻസ് അത് ആരോ റൂട്ട് ആയി ഉച്ചരിച്ചു. പുരാതന അരവാക്ക് സ്വദേശികൾ വിഷം പുരട്ടിയ അമ്പുകൊണ്ടുണ്ടായ മുറിവുണക്കാൻ ഇത് ഉപയോഗിച്ചു. BC 7000 അതായത് ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മനുഷ്യർ ഇത് ഉപയോഗിച്ചുവെന്ന് ഗവേഷണങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ദക്ഷിണ അമേരിക്കയിലെ അരവാക്ക് ജനവിഭാഗം ആദ്യം കൃഷി ചെയ്തവരിൽ പെടുന്നു. ഈ കൃഷി സമ്പ്രദായം 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലേക്കും പടർന്നു. കൊളോണിയൽ കാലത്ത് 17-18 നൂറ്റാണ്ടിൽ ഇന്ത്യയിലും എത്തി. കേരളം പോലുള്ള ചൂടും ഈർപ്പവുമുള്ള പ്രദേശങ്ങളിൽ ഇത് സമൃദ്ധമായി വളരും. ചർമ്മരോഗങ്ങൾക്കും മുറിവുകൾ ഉണക്കാനും കൂവപ്പൊടി അനുയോജ്യമാണ്. ശരീരത്തിൽ നഷ്ടപ്പെട്ട ജലാംശം വീണ്ടെടുക്കാൻ ഇത് ആട്ടിൻ പാലിൽ ചേർത്ത് കഴിക്കാം. ജീർണനത്തിന് അത്യുത്തമമാണ്. ദഹന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും. കുടൽ രോഗങ്ങൾ ശമിപ്പിക്കുകയും ചെയ്യും. ശരീരം ബലഹീനമായിരിക്കുമ്പോൾ കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഔഷധമാണ് കൂവപ്പൊടി. വയറിനെ ശാന്തമാക്കി വയറിളക്കം കുറക്കാൻ സഹായിക്കും. ഗോതമ്പിന് ഒരു നല്ല പകരക്കാരനാണ്. ഗ്ലൂട്ടൺ തീരെയില്ല എന്ന സവിശേഷതയുമുണ്ട്. കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ളതിനാൽ പെട്ടെന്ന് എനർജി നൽകും. പൊട്ടാസ്യം, പ്രോട്ടീൻ, കാൽസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ്, അയൺ, സിങ്ക്, സെലേനിയം, കോപ്പർ, കലോറി, സോഡിയം എല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട്. വളരെ കൂടുതൽ പോഷകമൂല്യങ്ങളില്ലെങ്കിലും നാരുകളാൽ സമ്പന്നമാണ്. അതുകൊണ്ട് തന്നെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തും കൂവപ്പൊടി. പ്രസവാനന്തര ചികിത്സയിലും മുലയൂട്ടുന്ന അമ്മമാർക്കും ഗുണപ്രദമാണ് കൂവപ്പൊടി. ഛർദി, അതിസാരം, നെഞ്ചരിച്ചിൽ, ഗ്യാസ് ട്രബിൾ, അസിഡിറ്റി, തലവേദന, ആർത്തവ സമയത്തുണ്ടാകുന്ന അടിവയറ്റിലെ വേദന, കൈകാൽ കടച്ചിൽ, ക്ഷീണം, ഉന്മേഷക്കുറവ്, ഭക്ഷണത്തോട് വിരക്തി, ഉറക്കക്കുറവ് ഇതിനൊക്കെ കൂവപ്പൊടി ദിവ്യ ഔഷധമാണ്. മൂത്രപ്പഴുപ്പ്, മൂത്രക്കല്ല്, മൂത്രക്കടച്ചിൽ, മൂത്രച്ചൂട്, മൂത്രത്തിലെ മഞ്ഞ എന്നിവ വരാതിരിക്കാനും ഉള്ളവർക്ക് ശമനത്തിനും പറ്റിയതാണ് കൂവപ്പൊടി. കൂടുതൽ കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുതലാക്കിയേക്കും. ഇനി നമുക്ക് കൂവ സംസ്കരണ പരിപാടി തുടങ്ങാം. നമ്മളെ വാപ്പ കാണിച്ചു തന്ന അതേ രീതി തുടരാനാണ് നമുക്കിഷ്ടം. അതിനാദ്യം ഒരു തകരപ്പാട്ട എടുത്തിട്ട് നീർത്തി പരത്തി റെഡിയാക്കി വെക്കണം.
ഇനി വേണ്ടത് ഒരു ആണിയും ചുറ്റികയാണ്, അതും സെറ്റ്. ഈ തകരപ്പാളിയിൽ നിരനിരയായി തുളയിടണം. ചെറിയ കുറേ തുളകളിട്ടാൽ മതി. തകരപ്പാളി ഞാൻ 2-3 കഷ്ണങ്ങളാക്കി. ഈ ഉദ്യമത്തിൽ കുടുംബത്തെ കൂടി പങ്കാളികളാക്കുക എന്നുള്ള ഉദ്ദേശമാണ്. ഇനി കൂവയുടെ തൊലി വൃത്തിയായി കളയണം. തൊലി കളഞ്ഞ ശേഷം നന്നായി വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. തകരപ്പാളിയും കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇനി യുദ്ധം തുടങ്ങാം. കൂവ വിത്തുകൾ തകരപ്പാളിയിൽ ഉരച്ചെടുക്കുക എന്നത് ശ്രമകരമായൊരു ജോലിയാണ്. കൈവിരലുകൾക്ക് പരിക്ക് പറ്റാതെ അതീവ ശ്രദ്ധയോടെ ഈ ജോലി പൂർത്തിയാക്കിയെടുത്താൽ നന്നായി അരച്ചെടുത്ത തേങ്ങാ ചമ്മന്തിയുടെ പരുവത്തിലായി കിട്ടും. ഈ പദാർത്ഥം പിന്നീട് ശുദ്ധജലത്തിൽ മുക്കിയെടുത്ത് പിഴിഞ്ഞ് പീര മാറ്റിക്കളയേണ്ടതാണ്. ഉരച്ചു പിഴിഞ്ഞ് തയ്യാറാക്കിയെടുത്ത ഈ കൂവപ്പാൽ 1-2 ദിവസങ്ങൾക്കുള്ളിൽ വെള്ളത്തിൽ ഊറി അടിഞ്ഞ് ലഭിക്കുന്നതാണ് കൂവപ്പൊടി. ഈ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി മിക്സിയിലോ മില്ലിലോ അരച്ചെടുത്താലും ഇതേ രീതിയിലുള്ള ശുദ്ധമായ കൂവപ്പൊടി ലഭിക്കുന്നതാണ്. ധാരാളം കൂവ അരച്ച് പിഴിഞ്ഞെങ്കിൽ മാത്രമേ ഒരൽപ്പം പൊടി ലഭിക്കുകയുള്ളൂ. വിപണിയിൽ ഇതിന് നല്ല മൂല്യം ലഭിക്കാനുള്ള കാരണവും ഇതുതന്നെയാണ്. കൂവ നിഷ്പ്രയാസം കൃഷി ചെയ്തെടുക്കാൻ പറ്റുന്ന സസ്യമാണ്. കൂവപ്പൊടി അന്വേഷിച്ച് ആരും വീട്ടിലേക്ക് വരേണ്ടതില്ല. ഞാനവിടെയില്ല. സ്നേഹപൂർവ്വം, ഫൈസൽ വടപുറം.